ആരും ഇല്ലാതൊന്നുമില്ല. കണ്ടുപിടിച്ചോളാം. ഇത് സംശയമൊക്കെയാ. തളത്തിൽ ദിനേശൻ ഇങ്ങനെയാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. എടാ ഈ സിനിമയിലൊക്കെ കഥ പറയില്ലേ അതുപോലെ പറ. അതി ലാൽജോസാർ പറയുന്നതേ ഇപ്പൊ ശരിയല്ല. സംശയരോഗിയായ തളത്തിൽ ദിനേശന്റെ മറ്റൊരു കൃഷ്ണ. ഇയാൾക്ക് തന്റെ കാര്യം ഭയങ്കര സംശയമാണ്. കാരണം അവൾ സുന്ദരിയാണ്. ഈശ്വര, എന്റെ ഭർത്താവിന് നല്ല ബുദ്ധി കൊടുക്കണേ. കാണാൻ ഒരു മെനയില്ലാത്തതാണെന്നുള്ള വിചാരം മാറ്റി കൊടുക്കണേ. അയാളെ ഞാൻ ഒരിക്കലും സംശയിക്കരുത്. അയാൾ തന്നെ ഇന്നലെ ചായ കൊടുത്തിട്ട് വെച്ച ഗ്ലാസാ. ഇതിപ്പോ വന്ന് കണ്ട അയാൾ ചോദിക്കും, ഏതവനാടി രാവിലെ ഇവിടെ വന്നത്, ആർക്കാടി നീ ചായ കൊടുത്ത് സൽക്കരിച്ചതെന്നൊക്കെ. എടുത്തു കളഞ്ഞേക്കാം ഇപ്പൊ തന്നെ. നല്ല വെന്ത ബീഫിന്റെ മണം. അവിടുത്തെ വീട്ടിൽ ഇന്നും ബീഫ് വന്നാ കൃഷ്ണേട്ടാ, അത് പന്തമല്ല, ആരതിയാ. രാവിലെ വിളക്ക് കൊടുക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ നീ എന്റെ ഭാര്യ സംശയിക്കും. സൗന്ദര്യമുള്ള ഭാര്യമാരുള്ള എല്ലാ ഭർത്താക്കന്മാരോടും ചെയ്യാം. സത്യം പറയടി, ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് അതൊരു കൊറിയർ കൊണ്ട് വന്നതാണ്. നമ്മുടെ മോളുടെ മുടി സ്ട്രൈറ്റ് ആണോ പ്രൊഡക്റ്റ് ആണ്. നീ ആദ്യം നമ്മുടെ മോളെ സ്ട്രൈറ്റ് ആക്കി വളർത്തി, എന്നിട്ടാണ് മുടി സ്ട്രൈറ്റ്. ഇന്നലെ 3 ലക്ഷം എനിക്കാണ് ബാഗ് കിട്ടിയത്. അതെങ്ങനെയാ? നീ അറിയാവുന്ന മാതൃക. അനാവശ്യം പറയുന്നു. ഞാൻ പറഞ്ഞ അനാവശ്യം എനിക്കത് കാണിക്കാം. രാജു എന്റെ മോളെ ഞാൻ ഒരുപാട് സംശയിച്ചു. ഇനി മുതൽ എന്റെ മോളെ ഞാൻ ഒരിക്കലും സംശയിക്കില്ല. ഇപ്പൊ നിനക്കായോ സംശയം? മോളുടെ പിണക്കം മാറ്റാൻ ഏട്ടന് മസാല ദോശ മേടിച്ചിട്ട് വരട്ടെ? ഏട്ടൻ പോയതിനു ശേഷം മുതൽ വാതിൽ കുറ്റിയിട്ടു. ഏട്ടൻ വന്ന് മുട്ടിയാൽ മാത്രമേ തുറക്കാവൂ. മനസ്സിലായോ? ടാറ്റാ. എന്തിനാടി നീ വാതിൽ തുറന്നേ? സത്യം പറഞ്ഞ നീ കാമുകനെയാണ്. പിന്നെ ഞാൻ വന്ന് മുട്ടാതെ കഥവ് തുറക്കുന്നില്ല പറഞ്ഞ ശരിയാണ്. ഇനി ഏട്ടൻ മോളെ ഒരിക്കലും സംശയിക്കില്ല. ഏട്ടൻ വീണ്ടും പോയി മസാല ദോശ മേടിച്ചിട്ട് ഇപ്രാവശ്യം മോള് കുറ്റിയിടണ്ട, ഏട്ടൻ പുറത്തത് കുറ്റിയിട്ടോളാം. മോളെ സംശയങ്ങളൊന്നും കേട്ടോ. ഏട്ടന് സമാധാനം.
സംസാരിക്കണ്ട, എനിക്ക് മനസ്സിലായി നിങ്ങളാണ്. Madam, please open the door. May I come in? Are you sure? നിങ്ങൾക്ക് ഇത്രയും മഞ്ഞതൊക്കെ ഉണ്ടോ? നിങ്ങളല്ലേ മനുഷ്യ കഥ പുറത്തുനിന്ന് കുറ്റിയിട്ടെ വേണം തുറന്ന് കയറിക്കൂടെ? യ്യോ, താനെടാ. യ്യോ, കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, ദേ കുട്ടി വിളിക്കുന്നു. യ്യോ, താനെടാ. അതൊക്കെ നീ ഏതാ കുളിപ്പേ? എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരംഭിക്കാൻ തയ്യാറോ? പണി കേറി. ഞാൻ നേരത്തെ പോയി. മാഡം, ഞാൻ പരിചയപ്പെടുത്താൻ വന്ന. തൊണ്ട പരിചയപ്പെട്ടിട്ട് എനിക്ക് തീർക്കാനാണോ? അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. ഇപ്പൊ എന്റെ പ്രോഡക്റ്റ് എന്റെ പൊന്നു സഹോദര, എന്റെ ഭർത്താവ് ഇപ്പൊ ഇങ്ങോട്ട് വരും. ആ. നമ്മളെ രണ്ടുപേരും കൂടെ കണ്ട ആകെ പ്രശ്നമാവും. ഉപദ്രവിക്കരുത്. അതിന് ഞാൻ ഉപദ്രവിച്ചില്ലല്ലോ. എടാ, ഇവിടെ ആരും ഇല്ല. ഇല്ലേ? ഏ? വീണ്ടും പട്ടിയെ ഞാൻ മാഡത്തിന് വിട്ടുപോയി. മാഡം, ഞാൻ KNK എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. എടാ, ഇവിടെ ഒരു പ്രോഡക്റ്റ് വേണം. താങ്ങുപോതേ. ഇല്ല 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 ഇല്ല, ഞാൻ പരിചയപ്പെടുത്തും. മാഡം, ഇതൊന്ന് നോക്കി. ആ. ഈ സ്പ്രേ നോക്കൂ മാഡം. സ്പ്രേയോ? ഏത് കളറില്? ആ, അടിക്കരുത്. എന്തേ? മനുഷ്യന്മാർ കടിക്കാനല്ല. ആ. ഫോർ എക്സാമ്പിൾ, പ്രാണി പ്രല്ലി പ്രാൻ. ഏ? എന്ത്? ഞാൻ ചുരുട്ട് പോയതാ. പ്രാണി പല്ലി പാറ്റ എന്നീ നികൃഷ്ട ജീവികളെ കൊല്ലാനുള്ള ഒരു ഔഷധമാണ് വേണ്ടത്. ഓ. ഫോർ എക്സാമ്പിൾ, ആയിരിക്കുന്ന ഏരിയയാണെന്നൊന്ന് സങ്കല്പിച്ചേ. ആ, ശരി. കണ്ടോ മേഡം, ഞങ്ങളുടെ സ്പ്രേയുടെ പവർ കണ്ടോ മേഡം? ഇതാണ് ഞങ്ങളുടെ സ്പ്രേയുടെ പവർ. ശ്ശോ, ഇത് കൊള്ളാം കേട്ടോ. ഇത് ആരും വിശ്വസിക്കില്ല മേഡം. ഇത് സത്യമായിട്ട് നല്ല പവറാണ്. ഇവിടെയാണോ? ഈ പവർ കണ്ടോ? ഇവിടെ? അതെ, ഇത്. ഇവിടെയോ? ആ, അവിടെ പ്രസ് ചെയ്യും. ഇങ്ങനെയല്ലേ? മോളെ രാധു, മോളെ രാധികേ, രാധികേ, വാ നോക്കടി. സത്യം പറയടി, പാരടി അറിയോ ഇത്? സത്യം പറയടി. ഞാൻ പുറത്തുനിന്ന് കൂട്ടിയേക്കാം. അതിൽ ആരാടി ഉള്ളിൽ തുറന്നത്? എന്താ പിന്നെ പറയാ? സത്യം പറയടി. എനിക്കറിയില്ല. ഞാൻ കണ്ടുപിടിക്കും. ഇന്ന് അവസാന വർഷം ഉണ്ട് വെട്ടി എനിക്കൊരു ഗ്ലാസ് ചായ. എന്താടി ഞാനോണ്ടിരുന്ന? രാവിലെ നിങ്ങളുടെ പാക്കറ്റ് മൊത്തം കത്തിരിക്കുമെന്ന് ഇരുന്ന് വേദനിക്കത്തില്ലേ? പാക്കേജിനെ പറ്റി ഇത്രയും ശ്രദ്ധയുണ്ടായിരുന്നില്ല. ഒരിക്കലും മോളെ സംശയിക്കില്ല. ഇത് പറഞ്ഞിട്ട് എന്താ മോളെ നിനക്കൊരു സന്തോഷമില്ലാത്ത? സന്തോഷമുണ്ടല്ലോ. ഇല്ലല്ലോ, നിന്റെ മുഖം പടുക്കുറ്റം ചെയ്ത പോലെ ഉണ്ടല്ലോ. അയ്യോ, അത് നിങ്ങളെങ്ങനെ അറിയാം? ഞാനാ കൊന്നത്. സത്യം പറയടി, ആരാണ് ഇവൻ? ഇവനാണ് നീ 10ാം ക്ലാസ്സിലെ കാമുകൻ. വിശാല മനസ്സേ, വിനോദമരുന്നേ, വിധിയുണ്ടെങ്കിൽ വീട്ടിൽ കാണാമെന്ന് ഓട്ടോഗ്രാഫ് ലഭിച്ച രാഹുൽ KP. ആരാണ് ഇവൻ? ഇത് പൊന്നെ മനുഷ്യ, ഇത് സെയിൽസ്മാനാ. ദേ, ഈ സ്പ്രേ വിൽക്കാൻ വേണ്ടി വന്നതാ. ഇത് കീടനാശിനികളെ കൊല്ലുന്ന സാധനമാ. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇയാളുടെ മുഖത്തേക്ക് അറിയാതെ ഒന്ന് അടിച്ചുപോയി. അപ്പൊ തന്നെ വടിയാവുകയും ചെയ്തു. ഹോ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു ആശ്വാസം കിട്ടിയത്. ചേട്ടാ, ഞാനേ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാവേ. എങ്ങോട്ട് പോവാ? ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. ആ, പോലീസിനോട് ഞാൻ നോക്കും. കൃഷ്ണനാണ് ഇയാളെ പോകുന്നത്. ഒന്നിച്ച് വേണമെന്ന് എന്റെ ആഗ്രഹം. പോലീസ് വന്നു ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും കൃഷ്ണേട്ടാ? എനിക്ക് പേടിയാവുന്നു. വീടിന്റെ ഓണറാ? നിങ്ങളെ റെസ്റ്റോറന്റ് എടുത്തില്ലേ? ഞാൻ
അയ്യോ ചേട്ടാ, ചേട്ടന് വാടക തന്നിരുന്നല്ലോ അല്ലേടി? അതെ അതെ അയ്യോ, പാടം മേടിക്കാൻ വേണ്ടി ഒന്നല്ല. അല്ല, ഈ പറമ്പിൽ തേന വളർത്താൻ വേണ്ടി വന്നതാ. നീ എന്ത് പറഞ്ഞില്ല? എന്തോ എന്ത് പറഞ്ഞില്ല? തേങ്ങ പറത്തിക്കോളാൻ പറഞ്ഞതാ ചേട്ടാ. എന്നാ ഞാൻ പറക്കിക്കോളാം. വേണ്ട, 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 വേണ്ട. നീ എന്താ ചിന്തകളി കളിക്കണം? എനിക്ക് എന്റെ അളിയെ ഗൾഫിൽ നിന്ന് കൊടുത്തതിന്റെ സ്പ്രേയാ. ആരെങ്കിലും എടുത്തോ ഞാൻ അളിയും പിറന്നു അല്ലേടി? അതെ അതെ അതെ, അനിയനോട് പറഞ്ഞ് എനിക്കൊരു വേറൊരു മേടിച്ചു തരുമോ? എന്നെ മേടിച്ചോ? എന്താ ചേട്ടാ വേറെ സ്പ്രേ? ഇരിക്കാൻ വേറെ ഇല്ലല്ലേ? ചേട്ടൻ പോയി പഠിപ്പിക്കോ. പുറത്ത് കാണാൻ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലേ? എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചല്ലേ? ഇതിന്റെ ഫ്ലേവർ ഞാൻ എന്താണെന്നറി ചെറുതായിട്ടൊന്ന് മയങ്ങി പോയിരുന്നു. ഇവിടെ എടുത്താലോ? അവന്റെ ഒരു സ്പ്രേ രണ്ടോ